തള്ളയെ പോലെ കൊഞ്ചിച്ചു കൊണ്ടു നടന്ന്. ഇത്ര നീ എന്നോട് ചെയ്യാനുള്ളത് തന്നെ. നിന്റെ പാടുപോലെ അയക്കും. ഞാൻ എന്തിന് നീ മല്ലവളുടെ വീട്ടിൽ വന്ന് ചാങ്കടക്കായി കിടക്കണം? ആരെ കുടം പിടിപ്പിക്കാൻ? കിടക്കാനൊരു കൂര എനിക്ക് കൊണ്ടടി. അക്കൻ എവിടെ പോണു? ചൂടുകാടില്ല. നിനക്കെന്തിന് വേണം പറഞ്ഞിട്ട്? അയ്യോ അക്കൻ കരയാണ് വള്ളിയക്ക. കാര്യായിട്ട് കഴിഞ്ഞ് ചാവട്ടു. അക്ക അക്ക എന്താ കൊച്ചിരാമ? അക്കൻ എന്തിനാ കരയണേ? മരുന്ന് വല്ലതും മേടിക്കണോ? നീ പോയി കിടന്നോ. പേടിക്കാനൊന്നുമില്ല. അവക്കൊരു വയറ്റ് വേദന. നീ പോയി കിടന്നോ. അക്ക ഞാൻ മഴക്ക് പറഞ്ഞതുകൊണ്ട് എന്റെ മോള് മറ്റൊന്നും വിചാരിക്കും. ചെഴുത്തയും ചമ്മണ്ടയും ഒന്നുമില്ലാത്ത ഒരു കളവിയാ ഞാൻ. അക്കനെ എന്തും പറയാം. അക്കനല്ലാതെ വേറെ ആരുണ്ട് എന്നെ ശാസിപ്പാൻ? ഗുണദോഷിച്ച് നേർവഴിയെ കൊണ്ടുപോകാൻ. ഏതിനും വന്നത് വന്നു. നമുക്ക് വഴിയുണ്ടാക്കാം. ഇത്രയല്ലേ ആയുള്ളൂ. ഒരബദ്ധം ആർക്കും പറ്റിപ്പോ. മോള് കരയാതെ നമുക്ക് വഴിയുണ്ടാക്കാം. ഞാൻ വെളുപ്പിനെ എഞ്ചിനും കൊണ്ട് പോവുകയാണ്. ഞാൻ തിരിച്ചു വരും ചെല്ലമ്മേ. വരാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എഞ്ചിൻ പുരയിലിരിക്കുമ്പോൾ എല്ലാ രാത്രിയിലും ചെല്ലമ്മയെ പറ്റി മാത്രമായിരുന്നു എന്റെ വിചാരം. രാത്രിയിലും ചെല്ലമ്മയെ പറ്റി മാത്രമായിരുന്നു എന്റെ വിചാരം. ഒന്നും പേടിക്കണ്ട. പല്ലിലും ചുണ്ടിലും തൊടാതെ അണ്ണാക്കി ഒഴിച്ചു. നേരത്തോടെ നേരമാകുമ്പോ രണ്ടും രണ്ട് പാത്രമാണ്. വേണ്ടക്ക, നമുക്ക് കുഞ്ഞിനെ വളർത്താൻ. ഇവളെന്തിന് ബോധക്കേട് പറയുന്നു? തന്നെ അതിന് തലപൊക്കി നടക്കാനൊക്കൂല. എന്താ നടന്നാല്? അതിന്റെ തന്ത ആരാന്ന് ചോദിച്ചാൽ നീ എന്തൊരു പറയും? കോട്ടയത്തുകാരൻ കുഞ്ഞച്ചൻ എന്ന് പറയും. കോട്ടയത്തുകാരനാണോ ആലപ്പുഴക്കാരനാണോ എന്ന് നിനക്ക് എങ്ങനെ അറിയാം? എന്നിട്ട് ഇപ്പൊ എവിടെ പോയി അയാള്? എവിടെ പോയാ വരുമക്ക? എന്തെങ്കിലും വരും. വരും വരും. നീ കാലം നീട്ടിയിരുന്നു. നമുക്ക് കാണാം. തങ്കപ്പ, നീയൊക്കെ കൂടെ ചേർന്നുകൊണ്ട് തന്നെയാ ആ നസ്രാണിയെ കൊണ്ട് ആ ചെല്ലമ്മയെ പഴപ്പിച്ചത്. ഓണ്ടറേ, അനാവശ്യം സംസാരിക്കരുത്. എനിക്കതല്ല ജോലി. എല്ലാരും വാസവണ്ണനെ പോലെയാണ് വിചാരിക്കരുത്. എന്നെ പോലെ എന്ന് പറഞ്ഞ പറയട്ടാ, ആർക്കും ഒന്നും അറിഞ്ഞുകൂടുന്ന വാസവണ്ണൻ തെറ്റിദ്ധരിക്കും. കള തങ്കപ്പ, ചുമ്മാതെ ഒന്നും രണ്ടും പറയാം. നിങ്ങൾ തമ്മിൽ എന്തിനാ വഴക്കിടുന്നത്? എന്ത് വെള്ളിയൊക്കെ ആ പെമ്പർന്ന ഒരു പെറ്റ? ഇല്ല മേശ, കിടന്നു വിളിയോടെ വിളി തന്നെ. കണ്ടും കേട്ടും ഇരിപ്പാൻ ഒക്കൂല്ല. കെട്ടിയെടുത്ത് വല്ല ആശുപത്രിയിലും കൊണ്ട് ഇടാത്തത് ചത്ത് ഇവിടെ കിടന്ന് നാറാതെ. ആരുണ്ട് മേശരി അതിനൊക്കെ ഒന്ന് സഹായിക്കും? ഞാൻ വിചാരിച്ച വല്ലതും നടക്കും. എന്റെ കയ്യിൽ അതിനുള്ള പാങ്ങുമില്ല. ആ, ഇങ്ങനെയുള്ളതിലൊന്നും ആരും കാണില്ല. അനുഭവിക്കട്ടെ. വല്യേക്ക, ഒന്നിങ്ങോട്ട് വരണം. എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നു. രക്ഷ വേണമെങ്കിൽ ഒരു നാഴിക്ക് മുമ്പ് ആശുപത്രിയിൽ എത്തിക്കണം. അയ്യോ, എന്റെ മോളെ, നമ്മൾ ഇത്ര മഹാഭാവികളായി പോയല്ലോ. സഹായത്തിന് ആര് പോലും ഇല്ല. അയ്യോ ഞാൻ ചത്തുപോമേ. അയ്യോ എന്റെ മോളെ കരയാതെ സമാധാനമായിട്ട് കിടക്കും.
എല്ലാരും വരും. വേഗാട്ടെ, എനിക്ക് താമസിക്കട്ടെ. ഇങ്ങോട്ട് കിടന്നു. കസേര കൊണ്ട് ഇങ്ങോട്ട് നിൽക്കും. എന്തിനു നോക്കി നിൽക്കണേ? പിടിച്ച് നിങ്ങളെല്ലാം കൂടെ പിടിച്ചിങ്ങോട്ട് കിടക്കും. എളുപ്പാട്ടെ. സാവധാനം. സൂക്ഷിച്ച് പിടിക്കും നിങ്ങൾ. എങ്ങനെയുണ്ട് ഡോക്ടർ സാർ? ഒന്നും പറയാൻ വയ്യ. നോക്കാം. ഗർഭചിത്രം മൂലം മരണം. സ്ഥലത്തെ ഒരു പൗരപ്രമുഖന്റെ വീട്ടിൽ ജോലിക്ക് നിന്ന തങ്കമ്മ എന്ന പേരുള്ള ആശുപത്രിയില് പെട്ടോടാ. കുട്ടി എന്തിനാ, ആണോ പെണ്ണ? ചാകുളം 5-6 മാസമല്ലേ ആയുള്ളൂ. ഇപ്പൊ അറിയാൻ ഒക്കില്ലായിരിക്കും. ഈ പെണ്ണ് ഇവിടെ ഉണ്ടായിട്ട് ബാക്കിയുള്ളവർക്ക് എന്തോ ഗുണമണ്ണ? അവള് വലിയ പുള്ളിയല്ലേ. ചെല്ലമ്മ, ചെല്ലമ്മ, ചേച്ചേ പോട്ടിയല്ലമ്മ, സാരമില്ല. ഞാൻ പോണിയല്ലോ, ഞാൻ പിന്നെ വരാം. ആ നശിച്ച പെണ്ണിന് എങ്ങനെ ഇരിക്കുന്നു എന്തോ. ആർക്ക്? ആ ചെല്ലമ്മയ്ക്ക്. ഒലഞ്ഞു പോട്ടെ. ആ ചെറുക്കനോട് ചോദിച്ചാൽ അറിയാം. എന്താടാ കൊച്ചിരാമ്മ, ചെല്ലമ്മയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു? കുറവുണ്ടോ? ആ 2 ദിവസത്തിനകം വരും. വരട്ടെ, ഇവിടെ ഇറക്കി വിടണം. നാട്ടിന് മുഴുവൻ പേര് ദോഷം ഉണ്ടാക്കിയ മൂത്തയും. തള്ളേ, കട്ടില് കയറി ഇരിക്കണ്ട. ആ, നിങ്ങൾക്ക് നാളെ വീട്ടിൽ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു. നോയിക്കൊണ്ടിരിക്കാതെ പട്ടി ഇങ്ങോട്ട് തരാൻ. ആ എന്നാ കായിട്. എന്തടി കാർത്തി, നിന്റെ ചുന്നരിച്ചല്ലമ്മയുടെ മാപ്പിള വന്ന? എന്തോ ഞാൻ അന്വേഷിച്ചില്ല. പിന്നെ ആരാണിപ്പം ചെലവിന് കൊടുക്കണത്? മേസ്തിരി തന്നെ. അമ്മോക്ക, നിങ്ങൾ നിങ്ങളുടെ വാർഡ് നോക്കിപ്പോയി ചുമ്മാ ദൈവദോഷം കിട്ടുന്ന വർത്താനം പറയാതെ.
എന്നാലും കുറെ കടുപ്പം തന്നെ ഇവളുടെ കാര്യം. ആദ്യൊരു തുലുക്കരെ പിടിച്ചു, പിന്നൊരു നസ്രാണിയെ. ഇവൾക്ക് ഇതിപ്പേദം വല്ല ആറ്റിലോ കുളത്തിലോ ചടിച്ചാകരുതോ. ഇത് പറയേണ്ടത് അമ്മൂക്കൻ തന്നെ. അമ്മൂക്കന്റെ മുണ്ടുകൂടെ എങ്ങനെ നടന്നെന്നും വാസു കൊണ്ടൻ അധികാരി ഏമാൻ എത്ര രൂപ കൊടുത്തെന്നും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഓ, അറിയാമെങ്കിൽ കാര്യമായിപ്പോയി. അല്ലെങ്കിൽ നീയൊക്കെ അവളുടെ ഒട്ടയം പൊടി നിന്ന് ജീവിക്കുന്നോളല്ലേ. വാടാ. അക്ക, ഒന്ന് അവിടെ നോക്കിയേ. ചുടലത്തങ്ങ് നിറച്ച് കായ്ക്കുന്നുണ്ട്. എവിടെടി? ഇവിടെ കന്നി കായ്ക്കുന്ന കരിക്ക് ഒരെണ്ണം നമുക്ക് തന്നെ കുടിക്കണം. ചെല്ലമ്മ, മേളത്തിന് വരുന്നുണ്ട്. എന്ത് വള്ളിയാക്ക, ഇന്ന് ചന്തയിലൊന്നും പോണില്ലേ? ചന്തയിൽ പോണം. അപ്പൊ ചെല്ലമ്മയോ? 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് വന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞു. ഇനിയെങ്കിലും മാനം മര്യാദയ്ക്കൊക്കെ നടക്കാൻ പറയണം. ഇല്ലെങ്കിൽ എല്ലാത്തിന്റെ മുട്ടടിച്ചൊടിച്ചു വിടേടും പറഞ്ഞേക്കാം. ഞാനും ഇറങ്ങണിയല്ലമ്മ. അശോകവനത്തിലെ സീതമ്മ, അവളുടെ ശ്രീരാമൻ ആരമ്മ, നീ ചൊല്ലമ്മ. അശോകവനത്തിലെ സീതമ്മ, അവളുടെ ശ്രീരാമൻ ആരമ്മ, നീ ചൊല്ലമ്മ. അശ്രുസമുദ്രത്തിലെ ലങ്കാദ്വീപിലെ, അശ്രുസമുദ്രത്തിലെ ലങ്കാദ്വീപിലെ അഴകിയ രാവണൻ ആരമ്മ, തുഞ്ചൻ വളർത്തിയ പൈങ്കിളിയെ ഈ നെഞ്ചിലെ സങ്കടം ഏതമ്മ, നീ ചൊല്ലമ്മ. അശോകവനത്തിലെ സീതമ്മ, അവളുടെ ശ്രീരാമൻ ആരമ്മ, നീ ചൊല്ലമ്മ. തള്ളി പിന്നെ 7 അക്ഷരവും തള്ളി, 7 വരികൾ തള്ളി പിന്നെ 7 അക്ഷരവും തള്ളി. എല്ലാം എല്ലാം ചൊല്ലമ്മ, നീ എല്ലാം